ഗുഡ് മോർണിംഗ് എവരി വൺ. ഇന്നത്തെ മാർക്കറ്റ് ഓപ്പണിംഗ് വലിയ ഗ്യാപ്പ് ഡൗൺ ആണ്. 476.90 പോയിൻറ്റ്സിൻ്റെ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ് ഇന്ന് വരാൻ പോകുന്നത്. പ്രീ മാർക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. ഒരുപാട് താഴെയാണ് ഇന്ന് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. 24,388. ഇനിയൊരു കപ്പിൾ ഓഫ് മിനിറ്റ്സ് കൂടിയുണ്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ കുറേ ദിവസത്തിന് ശേഷമാണ് ഇന്നൊരു വീഡിയോ ചെയ്യുന്നത്. വേറെ കുറച്ച് തിരക്കിലായിപ്പോയി കുറച്ച് ദിവസം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ പറയാം. ഇന്നെന്തായാലും ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ ഫോക്കസ് ചെയ്യാം. ജസ്റ്റ് 24,300 ലെവലിലാണ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. Let's wait. Around 325 level support ഉണ്ട്. ഒരു 1 മിനിറ്റാണ് ഓപ്പൺ ചെയ്യാനുള്ളത്. $24,388.80 എന്നത് ഓപ്പണിംഗ്. യെസ്, മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. അപ്പോൾ നമുക്ക് പുട്ട് ഓപ്ഷനിലേക്ക് തന്നെ പോവാം. $24,200 23,800 നോക്കാം. വെയിറ്റ് ചെയ്യാം.
നല്ലൊരു മൊമെൻറ്റം കാണുന്നുണ്ട്. ലെറ്റ്സ് വെയിറ്റ്. $23,800 അതൊരു 130th ലെവലിലാണ് ട്രേഡ് ചെയ്യുന്നത്. 23,000 വളരെ പേഷ്യൻസോടുകൂടി ചെയ്യേണ്ടതുണ്ട്. വലിയൊരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ് വന്നിട്ടുള്ളത്. ഒരു സൈഡ് വേസ് മൂവ്മെൻറ്റിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട് ഇന്നത്തെ ദിവസം. പക്ഷെ അത് കുറച്ച് വോളട്ടൈലായിട്ട് അങ്ങനെ പോകാനാണ് സാധ്യത എന്നാണ് തോന്നുന്നത്. ഇപ്പോൾ നമ്മൾ 4 ലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ 137 ആണ് ആവറേജ് പ്രൈസ്. 160 ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പൊസിഷൻ സ്കോർ ഓഫ് ചെയ്യാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഓൾമോസ്റ്റ് കോസ്റ്റിൽ ഉണ്ടെങ്കിലും നല്ലൊരു ബ്രേക്കൗട്ട് വരികയാണെങ്കിൽ മാത്രമേ ഈ ഒരു പൊസിഷൻ പ്രോഫിറ്റിലാവുള്ളൂ. ഞാൻ അധികം ആഡ് ചെയ്യാനായിട്ട് നോക്കുന്നില്ല. ബ്രേക്കൗട്ട് വരികയാണെങ്കിൽ ഈ ഒരു ക്വാണ്ടിറ്റി വെച്ചിട്ട് തന്നെ നമുക്ക് റൈഡ് ചെയ്യാം. അറൗണ്ട് 160 ആണ് ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത്. $145 day high, 23,800 put option day high, 145 ആണ്. നമ്മുടെ കോസ്റ്റിലേക്ക് വന്നിട്ടുണ്ട്. യെസ് 135 ബ്രേക്കൗട്ട് വന്നതിന് ശേഷം നമുക്ക് നോക്കാം.
യെസ് ഗുഡ്. 140 വരുന്നുണ്ട്. ബട്ട് ബൈയിങ് പ്രഷർ മാർക്കറ്റിലുണ്ട്. അതുകൊണ്ട് തന്നെ ഡേ ലോ വന്നു കഴിയുമ്പം സ്ക്വയർ ഓഫ് ചെയ്യാനായിട്ട് പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ ഒരു കപ്പിൾ ഓഫ് മിനിറ്റ്സ് കൂടി ഉണ്ട് ഈ ഒരു ബ്രേക്കൗട്ട് വരാനായിട്ട്. യെസ് 145 ആണ് ഡേ ഹൈ. ലെറ്റ്സ് വെയിറ്റ്. $41, $42, $45 ബ്രേക്ക് ചെയ്യാൻ പോവുകയാണ്. യെസ് കമോൺ. യെസ് ന്യൂ ഡേ ഹൈ വന്നിട്ടുണ്ട്. 160 നമുക്ക് ടാർഗറ്റ് ചെയ്യാം. 160 ടാർഗറ്റ് ചെയ്യാം. ഒരു കപ്പിൾ ഓഫ് മിനിറ്റ്സ് കൂടി നമുക്ക് നോക്കാം. ഓൾമോസ്റ്റ് ഡേ ഹൈ ബ്രേക്ക് ചെയ്തു. ന്യൂ ഡേ ഹൈ വന്നു കഴിഞ്ഞു പുട്ട് ഓപ്ഷനിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് കൂടുതൽ എൻട്രീസ് എടുക്കണമെങ്കിൽ അത്യാവശ്യം നല്ല മൊമെൻറ്റം ഉണ്ടെങ്കിൽ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്യണം. ഡേ ലോ ഓൾമോസ്റ്റ് വരാനായിട്ടുണ്ട്. സ്പോട്ട് ലെവൽ നോക്കുകയാണെങ്കിൽ നമുക്ക് 5 മിനിറ്റ്സിലേക്ക് മാറ്റാം. ഗുഡ് ഗോയിങ്. 160 ആണ് ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു 10-15 പോയിൻറ്റ്സ് മേ ബി. $152 ഗുഡ്. നമ്മൾ യെസ് നമ്മൾ സ്ക്വയർ ഓഫ് ചെയ്തിട്ടുണ്ട്. ഒരു ഡേ ലോ വന്നു കഴിഞ്ഞു ഓൾറെഡി. സ്പോട്ടിൽ ഡേ ലോ പിന്നെ പ്രീവിയസ് ക്യാൻഡിൽ ഒരു ഇൻസൈഡ് ബാർ ആണ്. അപ്പോൾ നമ്മൾ ഇതൊരു പ്രോപ്പർ ബ്രേക്കൗട്ട് വരികയാണെങ്കിൽ റീ എൻട്രി ചെയ്യാം. ആസ് ഓഫ് നൗ നമ്മൾ ഒരു ഓൾമോസ്റ്റ് 3,000 rupees പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് വെയിറ്റ് ചെയ്യാം. ഞാനിപ്പോൾ നേരത്തെ എക്സ്പെക്ട് ചെയ്ത ഒരു ഡേ ലോ വന്നതുകൊണ്ടാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഡേ ഹൈയിലേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. മേ ബി ഇവിടെ നിന്ന് ഒരു ബൈയിങ് പ്രഷർ വരികയാണെങ്കിൽ ഡേ ഹൈയിലേക്ക് വരും. അപ്പോൾ ഒരു സൈഡ് വേസ് ഡേ ആണ് ഓവറോൾ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. വിത്ത് ഒരുപാട് മൂവ്മെൻറ്റ്സ് വരും തീർച്ചയായിട്ടും. വലിയൊരു ഗ്യാപ്പ് ഡൗൺ ആയതുകൊണ്ടും ഈ ഒരു ഫസ്റ്റ് 5 മിനിറ്റ്സ് ക്യാൻഡലിൻ്റെ റേഞ്ച് ഭയങ്കര വലുതായതുകൊണ്ടും. അപ്പോൾ നമുക്ക് ഫർദർ എൻട്രീസ് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റിക്കായിട്ട് വെയിറ്റ് ചെയ്യാം. आप म्यूचुअल फंड में इन्वेस्ट करने അപ്പോൾ വീണ്ടും നമ്മൾ നേരത്തെ എക്സ്പെക്ട് ചെയ്ത ഡേ ലോ ലെവലിൽ നിന്നോ ഒരു പുൾ ബാക്കിന് ശേഷം വീണ്ടും താഴോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്നതാൽ പുട്ട് ഓപ്ഷൻ എൻട്രി ആണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. നമ്മുടെ സ്ട്രൈക്ക് പ്രൈസ് 152-ലുണ്ട്. അപ്പോൾ നമുക്ക് വേറെ സ്ട്രൈക്ക് പ്രൈസ് കൂടി സെലക്ട് ചെയ്ത് വെക്കാം. 24,700. 23,700 ആണ്. ഓക്കെ, $133 ലെവൽ ഉണ്ട്. 130 ലെവൽ. സ്പോട്ട് ലെവലിൽ ഡേയിലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മൊമെൻറ്റം കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കൊരു എൻട്രി എടുത്ത് വയ്ക്കാം എന്തായാലും.
23,700. Average price around 140 ആണ്. യെസ്, ഒരു 50-60 പോയിൻറ്റ്സ് സ്പോട്ട് ലെവലിൽ ഫോളോ ആവാൻ സാധ്യതയുണ്ട്. നമുക്ക് നോക്കാം. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ആഡ് ചെയ്യുന്നില്ല ക്വാണ്ടിറ്റി, നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരു പൊസിഷൻ കൂടെ ആവറേജ് ചെയ്യാം. നമ്മൾ 38 കൊണ്ടുവന്നിട്ടുണ്ട് ആവറേജ് പ്രൈസ് വിത്ത് 3 ക്വാണ്ടിറ്റി. 3 ലോട്ട്സ് ആണ് എടുത്തിട്ടുള്ളത്. വെയിറ്റ് ചെയ്യാം. അറൗണ്ട് 145 ആണ് ഡേ ഹൈ വന്നിട്ടുള്ളത്. ഈ ഒരു മിനിറ്റ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. റണ്ണിങ് ലോസ് അറൗണ്ട് 400 റുപ്പീസിൻ്റെ ലോസിലാണ്. ഒരു ബ്രേക്കൗട്ട് വരുമോ നമുക്ക് നോക്കാം. ഓൾമോസ്റ്റ് ഡേ ലെവലിൽ തന്നെയാണ് നിൽക്കുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്യാം. 132 ലെവലിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് കുറച്ച് കഴിഞ്ഞ് നോക്കാം. ആസ് ഓഫ് നൗ 1000 റുപ്പീസിൻ്റെ ലോസിലാണുള്ളത്. ഓക്കെ, യെസ്, നേരത്തെ ഒരു എൻട്രിക്ക് ശേഷം ഡേ ലോന്ന് നമ്മൾ എൻട്രി ചെയ്തു. അത് ഡേ ഹൈയിലേക്ക് വരും നമ്മൾ എക്സ്പെക്ട് ചെയ്തു. ആ ഒരു ലെവലിലേക്ക് വന്നു. അപ്പോൾ കൂടുതൽ ഡൗൺ സൈഡ് പോയിട്ടില്ല. നമ്മളൊരു സൈഡ് വേസ് മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്തതിന് ശേഷം ഡേ ലോന്ന് എൻട്രി എടുക്കുന്നത് അത്ര നല്ലതല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അതിലൊരു 3400 റുപ്പീസിൻ്റെ ലോസ് ബുക്ക് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഓവറോൾ ഇന്നത്തെ ദിവസം 400+ ലോസിലാണുള്ളത്. അപ്പോൾ ഇനിയും സമയമുണ്ട്. ബട്ട്
ഇപ്പോൾ ഒരു മൊമെൻറ്റം ക്രിയേറ്റ് ആവുന്നത് ഡേ ഹൈയിലേക്ക് ഒരു അപ്പ് മൂവ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒരു എൻട്രി നമുക്ക് എടുക്കാം. $24,800, 135, 100 നമുക്ക് നോക്കാം. 135 നമുക്ക് എടുക്കാം. ചെറിയൊരു പ്രൈസ് റിജക്ഷൻ വരുന്നുണ്ട്, നമുക്ക് വെയിറ്റ് ചെയ്യാം. യെസ്, 5 മിനിറ്റ്സ് ക്യാൻഡിൽ ക്ലോസിംഗ് ആയിട്ടുണ്ട്. യെസ്, കപ്പിൾ ഓഫ് എൻട്രീസ് എടുത്തിട്ടുണ്ട്. മൂന്ന് എൻട്രീസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ടാർഗറ്റ് മേ ബി അറൗണ്ട് 140, അതുപോലെ തന്നെ 140-45 ലെവലാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ആവറേജ് 136 ആണ്. അപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞ് നോക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു ട്രേഡ് ഒരു 500 റുപ്പീസ് പ്രോഫിറ്റിൽ ക്ലോസ് ചെയ്തു. ഇപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ ഇനി കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം വൈൻഡ് അപ്പ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. ഇന്ന് ഓവറോൾ ഒരു സൈഡ് വേസ് ഡേ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. മേ ബി ഡേ ഹൈ ബ്രേക്ക് ചെയ്തതിന് ശേഷം ഒരു മൊമെൻറ്റം വരാൻ സാധ്യതയുണ്ട്. ആസ് ഓഫ് നൗ ഒരു കംപ്ലീറ്റ്ലി സൈഡ് വേസ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് 5 മിനിറ്റ്സ് ക്യാൻഡിലിൻ്റെ ആ ഒരു റേഞ്ചിൽ തന്നെയാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു ട്രേഡ് ക്ലോസ് ചെയ്തു 139 അറൗണ്ടാണ് ക്ലോസ് ചെയ്തത്. അപ്പോൾ ഓവറോൾ കോസ്റ്റിൽ ക്ലോസ് ചെയ്തു ഇന്നത്തെ ദിവസം. അപ്പോൾ ഒരു രാവിലത്തെ കുറച്ച് ട്രേഡ്സ്, രാവിലത്തെ ഒരു ട്രേഡ് നമ്മൾ കറക്റ്റായിട്ട് ചെയ്തു. അതിനുശേഷം ഒരു ലോസ് വന്നു. എന്തായാലും ആ ഒരു ചെറിയ ലോസ് നമ്മൾ റിക്കവർ ചെയ്തു. അപ്പോൾ കോസ്റ്റ് കുറച്ച് ചാർജസ് മാത്രമാണ് ഇന്നത്തെ ഓവറോൾ ഡേ വരുന്നത്. എന്തായാലും നമുക്ക് നെക്സ്റ്റ് ഡേ നോക്കാം. ഇന്ന് വലിയ ഗ്യാപ്പ് ഡൗണിന് ശേഷം കൂടുതൽ മൂവ്മെൻറ്റ്സ് ഒന്നും വന്നിട്ടില്ല. ഡേ ഹൈ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി കൂടുതൽ ട്രേഡ്സ് ഒന്നും എടുക്കുന്നില്ല. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.